അയ്യോ ഞാൻ തമാശ പറഞ്ഞതാണ്, എന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇന്നലെ പത്തനംതിട്ടയിൽ നടന്ന ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. 10ഓളം കുട്ടികളെയാണ് അവിടെ പോലീസ് പിടിച്ചു വെച്ചത്. അപ്പം നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. അതായത് ഈ കുട്ടികളുടെയൊക്കെ മാനസിക അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇങ്ങനെയുള്ളൊരു സംഭവത്തിൽ പോലീസ് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾക്കുണ്ടായ മാനസിക ആഘാതങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും ഇനിയൊരു കാര്യം ചെയ്യണം. ഈ ഒരു കുട്ടീൻ്റെ പേരിൽ നല്ല രീതിയിലുള്ള ഒരു കേസ് എടുത്ത് നല്ല ശിക്ഷ കൊടുക്കുക വേണ്ടത്. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, 13 വയസ്സേ കുറച്ച് വയസ്സല്ലേ ഉള്ളൂ, അധികം വയസ്സൊന്നും ഇല്ലല്ലോ എന്ന് എല്ലാവരും പറയും. പക്ഷേ ആ വയസ്സൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഫ്രോഡ് കളി തന്നെയാണ് കളിക്കുക. ഇനി കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടലുകൾ കളിക്കുന്നറിയാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തന്തയും തള്ളിയും എല്ലാം സൂക്ഷിച്ചോ. നാളെ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്തക്കെതിരെയും ഇങ്ങനെയുള്ള അലിഗേഷൻസ് വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതായത് യാതൊരു ഉളുപ്പുമില്ലാതെ പറഞ്ഞിരിക്കുകയാണ്, എന്നെ 10ഓളം കൂട്ടുകാർ ചേർന്നിട്ട് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാളെ സ്വന്തം വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഒക്കെ എന്ന് പറഞ്ഞ് ഈ ഒരു ഗതി വരാം. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വാർത്തയാക്കും. ആ വാർത്തയാക്കി കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അതായത് അവനിപ്പോഴും ഈ നാണക്കേടും കാര്യങ്ങളിൽ ഓർത്തിട്ട് അവൻ പോയിട്ട് ജീവൻ കൊടുക്കുന്നത് എന്താ ചെയ്യുക? ഇല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കൾ അച്ഛനും അമ്മയും ഉണ്ടാകും, അതുപോലെ തന്നെ അവരൊക്കെ ഈ നാണക്കേട് ഓർത്തിട്ട് തൻ്റെ മകൻ ഇങ്ങനെ ചെയ്തോ എന്ന് ഓർത്തിട്ട് അവർ ജീവൻ ഒടുക്കി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാള വെറ്റൂന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കുന്ന ഈ സ്വഭാവം ആദ്യം നിർത്തുക. ആദ്യം കൃത്യമായിട്ട് അന്വേഷിക്കുക. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോഴെന്താ എനിക്ക് തോന്നുന്നത് അറിയാം, ഇനി എത്ര നിരപരാധികൾ ജയിലിൽ കിടക്കുന്നുണ്ടാവും ചിലപ്പോൾ. അതായത് ഇങ്ങനെയുള്ള കുറേ എണ്ണത്തിൻ്റെ വാക്കും കേട്ടിട്ട് എത്രയെത്ര നിരപരാധികൾ ഇപ്പം ജയിലിൽ കിടക്കുന്നുണ്ടാകും. അതാണ് എൻ്റെ ഒരു വലിയൊരു എന്താ പറയുക സംശയം. അതുകൊണ്ടാണ് പറയുന്നത്. ഇന്നലെ ഇപ്പോഴും തമാശ പറഞ്ഞതാണ്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ഇനിയിപ്പോഴും നാളെ വേറെ ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ പറയില്ല എന്നൊന്നും പറയണ്ട. ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു എന്ന് വരും. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 13 കുറച്ച് വയസ്സില്ല ഈ കുട്ടികൾക്കെല്ലാം എന്തിനാണ് വെറുതെങ്കിലും മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നത് എന്നാണ്. പക്ഷേ അതിൽ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീച്ചർമാർ തന്നെയാണ്, വേറെ ആരുമല്ല. അതായത് ഈ ടീച്ചർമാർ എന്ന് പറഞ്ഞാൽ കൊറോണ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊറോണ കാലത്ത് എല്ലാവർക്കും മൊബൈൽ ഉണ്ടായിരുന്നു. അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കുട്ടികൾക്ക് മൊബൈലൊന്നും കൊടുക്കാറില്ല. ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. ടീച്ചർമാരാണെങ്കിലും ഇതൊരു വലിയ സൗകര്യമായിട്ടാണ് കൊറോണ കഴിഞ്ഞതിന് ശേഷവും നോക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്കുള്ള പാഠങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഇതൊക്കെ ഇവർക്കങ്ങ് വാട്സാപ്പിലോട്ട് അങ്ങ് സെൻഡ് ചെയ്താൽ മതി, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട്. എന്നിട്ട് എല്ലാവരും പറയുന്നത് മൊബൈലില്ലാത്ത വീടുണ്ടോ ഇന്ന്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താ കരുതുക, ഇവരൊക്കെ എന്തോ പഠിക്കുകയാണെന്നാണ് നമ്മളെല്ലാവരും കരുതുക. പക്ഷേങ്കിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കാർക്കും അറിയില്ലല്ലോ. ഇപ്പോഴന്നെ നിങ്ങൾ കണ്ടില്ല, എന്നാന്ന് ബെസ്റ്റിയാ എന്തോ കാമുകനാ ബെസ്റ്റി ആരോ പിന്മാറിയതിൻ്റെ വൈരാഗ്യത്തിലാണ് ഇത് ചെയ്തതെന്നാണ് പറയുന്നത്. അതായത് ഏതോ ഒരുത്തം പിന്മാറി വരും ഈ കാമുകൻ. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ കാമുകന്മാർ ബെസ്റ്റികൾ എന്തൊക്കെയാണ് ഇവന്മാർ പറയുന്നത്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ മത്സരിച്ച ആൾക്കാരുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെഞ്ചിൽ ഇരുത്തണം, അല്ലെങ്കിൽ ഒരു ഇത് വേണം, ഒന്നും ആണും പെണ്ണും എന്നില്ല, വേർതിരിവ് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇതൊക്കെ തകിടം മറിച്ചിട്ട്, അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഈ പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടാ? ഒന്നുമില്ലല്ലോ. ഇപ്പോൾ കുറേ ആൾക്കാരുടെ ചൊറിച്ചലാണ് നടന്നത്. എന്താ വെച്ചാൽ എല്ലാവരും ഒരുമിച്ചിരുത്തണം, അല്ലെങ്കിൽ ഇത് കാരണം ഇതിൻ്റെ പിന്നിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഈ ഫെമിനിസ്റ്റുകൾ അങ്ങനെയുള്ള ടീമുകളാണ്. അവരൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഇതിനുള്ള ധൈര്യം വരുന്നത് എവിടെ നിന്നാണ്? അതായത് ഈ 10 കുട്ടികളുടെ പേര് പറയണമെങ്കിൽ അതിനുള്ള ധൈര്യം എവിടുന്ന് വന്നു? അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ ആ ഒരു കുട്ടി ചില്ലറക്കാരിയല്ല. അതെന്ന് പറഞ്ഞാൽ അതിനെ വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അച്ഛനമ്മമാർ വരെ അനുഭവിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ബന്ധുക്കൾ അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റേ നാട്ടുകാരിലെ അയൽവാസികൾ അവരെയൊക്കെ പേര് നാളെ വരാം. അപ്പം അങ്ങനെയൊക്കെ പേര് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ, പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പിടിച്ച് ഉള്ളിലിടുക. ആ ഉള്ളിലിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾ നിരപരാധിയാണോ അല്ലെങ്കിൽ ഇതുള്ളതാണോ എന്നൊക്കെ നമ്മൾ ആലോചിക്കത്തുള്ളൂ. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മാനം എന്ന് പറഞ്ഞാൽ കപ്പൽ കയറിയിട്ടുണ്ടാകും. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞാൽ അധ്യാപകന്മാർക്കെതിരെയും അതുപോലെ നാട്ടുകാർക്കെതിരെയും, എന്തിനധികം പറയുന്നത് സ്വന്തം അച്ഛനെതിരെയും ഒക്കെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ നിജസ്ഥിതി ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും നമുക്കാർക്കും അറിയില്ല. ഇതിപ്പോഴും നമ്മൾ ഇന്നലെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിലും ആ കുട്ടികളെയും ആ കുട്ടികളുടെ മാതാപിതാക്കളെയും എല്ലാവരെയും ശപിച്ചില്ലേ, എല്ലാവരെയും നമ്മൾ തെറി പറഞ്ഞില്ലേ.
ആ ഒരു കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് എത്രത്തോളം മാനസിക ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുക. നിങ്ങളൊരു ആലോചിച്ച് നോക്ക്. അപ്പോൾ എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ പിന്നെ ഞാൻ തമാശ പറഞ്ഞാണ്, എൻ്റെ കാമുകൻ പിന്മാറിയത് കൊണ്ടാണ്. അപ്പോൾ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള പിഴ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്തയാണ് നടക്കേണ്ടത്. അതായത് ആ കുട്ടികളുടെ മാനല്ലേ പോയത്. കുറച്ച് നേരമെങ്കിലും ആ കുട്ടികൾ എന്ന് പറഞ്ഞാൽ മുൾമുനയിൽ നിന്നില്ലേ. ഈ 13 വയസ്സായ കുട്ടികൾക്ക് ഇനി അതിൽ നിന്നും മോചിതനാകണമെങ്കിൽ ചുരുങ്ങിയതെന്ന് പറഞ്ഞാൽ ഒരു 10-30 കൊല്ലം കഴിയേണ്ടി വരുമായിരുന്നു. ചില കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോചിതനാവൂല. അതാണ് മനസ്സിലാക്കേണ്ടത്. അവരുടെ മാതാപിതാക്കൾ, അതായത് അവരെ പോലീസ് പിടിച്ചു കൊണ്ടുപോയ രംഗങ്ങൾ, പോലീസ് പിടിച്ചു കൊണ്ടുപോയിട്ട് അവരോട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാവുകയെന്നറിയില്ല. അതുപോലെ മാതാപിതാക്കൾ പോയപ്പോൾ അവരോട് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാവുകയെന്നറിയില്ല. ഈ മാതാപിതാക്കളും അതുപോലെ അവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ അപമാനം സഹിക്കാൻ കഴിയാതെ, അതായത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നില്ല നല്ല ധൈര്യമുള്ള ആൾക്കാരൊന്നുമല്ല. ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അപമാനം സഹിക്കാൻ വയ്യാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവരൊക്കെ എന്താ പറയുക, തമാശ പറഞ്ഞതുകൊണ്ടാണെന്ന് പറയുക. അതുകൊണ്ടല്ലേ പറയുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു കൊണ്ടുപോകുന്നതിന് മുന്നേയോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക കസ്റ്റഡിയൊക്കെ എടുക്കാതൂ, അല്ലെങ്കിൽ കേസ് തന്നെ എടുത്ത് പുറത്ത് വിടാൻ പാടുള്ളൂ. ആ ഒരു ദിവസം ഇന്നലെ കേരളം മുഴുവൻ ഞെട്ടിയ ഒരു സംഭവം തന്നെയാണ് ഇത്. കാരണം ഇങ്ങനെയുള്ള കുട്ടികളും ഇപ്പോഴുണ്ടോ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം അതെന്ന് പറഞ്ഞാൽ ടീച്ചർമാർ തന്നെയാണ്. ഇനി അത് ഒരു കുട്ടികൾക്ക് പോലും അതില്ലാതിരിക്കാൻ കഴിയില്ല. കാരണം എന്താ, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പും കാര്യങ്ങളും അതിൻ്റെ അകത്തൂടെ പഠനവും. അപ്പോൾ എല്ലാവരും പറയുന്നത് എന്താ, ഇതാണ് പഠനത്തിന് എളുപ്പം, അല്ലെങ്കിൽ ഇതാണ് പഠനത്തിന് വേണ്ടത് എന്ന് പറഞ്ഞ് ഇതങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മൊബൈൽ ഫോണാണ് ആദ്യം നിരോധിക്കേണ്ടത്. അത് ടീച്ചർമാരുടെ മുൻകൈ എടുക്കണം, സ്കൂള് തന്നെ മുൻകൈ എടുക്കണം. അതായത് എല്ലാ ടീച്ചർമാർക്കും വാൺ ചെയ്യണം, നിങ്ങൾ ഇതുപോലെ ഈ മൊബൈൽ ഫോൺ വഴിയുള്ള പഠനം വേണ്ട. ഇപ്പോഴും കൊറോണയൊന്നും ഇല്ലല്ലോ, ഇനി കൊറോണ വരുമ്പോൾ നമുക്ക് നോക്കാം. അല്ലാതെ കൊറോണ എപ്പോഴും കഴിഞ്ഞ് കൊറോണേൻ്റെ പേരും പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും എളുപ്പപ്പണിയാണ്. ഇപ്പോൾ എല്ലാ കുട്ടികളും നോട്ട്സ് എഴുതുന്നത് വാട്സാപ്പ് നോക്കിയിട്ട്, അതുപോലെ വേറെ എന്തെങ്കിലും എഴുതുന്നത് വാട്സാപ്പ് നോക്കിയിട്ട്, ഇതൊക്കെയാണ് ഇപ്പോഴും നടക്കുന്നത്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്ക് പഠിക്കണ്ടേ, എല്ലാവരും പഠിക്കുന്നത് ഇങ്ങനെയല്ലേ. പക്ഷേ എല്ലാവരും അത് ഇങ്ങനെ പഠിക്കുന്നുണ്ടോ? അതിൻ്റെ അകത്ത് എത്ര ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാണിക്കുന്നുണ്ട്, എന്തൊക്കെ തരികിട കാണിക്കുന്നുണ്ട്. 10-13 വയസ്സൊക്കെ ആയ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം റൂമിൽ വെച്ച് അവരാരോടാണ് സംസാരിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നത് എന്ന് പോലും അറിയില്ല. ഇതിനടുക്കണ്ടല്ലേ വിചിത്രമായ ഒരു സംഭവമാണ്. ജപ്പാനിലുള്ള കാമുകൻ മരിച്ചു എന്ന് പറഞ്ഞ വീഡിയോ ഒന്നും ജീവൻ ഒടുക്കിയിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കറ, ജപ്പാനിൽ കാമുകനുണ്ടോ അല്ല അങ്ങനെ ഒരു പേരിലാളുണ്ടോ എന്ന് പോലും ഒരു മനുഷ്യന്മാർക്ക് അറിയില്ല. പുതിയ ഇതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും മരിക്കാൻ വേണ്ടിയിട്ട്. അതിനെ നമ്മളെല്ലാവരും കണ്ടുപിടിച്ച കാരണം ഇതാണ്, ജപ്പാനിലുള്ള കാമുകൻ. കുട്ടികൾ എന്താണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് അവരെന്താണ് കാണിക്കുന്നത് എന്നൊന്നും മാതാപിതാക്കൾ അറിയുന്നില്ല. പാവങ്ങളായ മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു, ഇവറ്റകൾക്കൊക്കെ ചോറും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുത്ത് എന്നിട്ടിങ്ങനെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് ചിലതിൻ്റെ സ്വഭാവമാണിത്. അപ്പോൾ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെയുള്ള ക്രിമിനൽ മൈൻഡുകൾ വരണമെങ്കിൽ ഇനി കുറച്ച് കഴിഞ്ഞാൽ, അതായത് അതിനൊന്നും പിടിച്ചാൽ പിടികിട്ടൂല എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇതിൻ്റെയൊക്കെ ഈ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയുള്ള കുറേ ആൾക്കാർ ചേർന്നിട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്ന ചില നിയമങ്ങൾ തന്നെയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളെ ഭയമുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ വീടിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വരെ നമുക്ക് ഭയമുണ്ടായിരുന്നു. ഇപ്പോഴവരെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സദാചാര പോലീസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ബസ് സ്റ്റാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നിൻ്റെ മകളാടെ നിൽക്കുന്നുണ്ട് ഇന്ന ആളുടെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആരുടെ അത് നോക്കാമെന്നാന്ന് ചോദിക്കുക. അതുകൊണ്ട് തന്നെ എന്താ പല ആൾക്കാരും നോക്കാറില്ല. അത് തന്നെയല്ലേ ഇന്നില്ലേ പ്രശ്നങ്ങൾക്കൊക്കെ. അപ്പോൾ ചില ആൾക്കാർ ഇവിടെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഓരോ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ മക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വന്ന് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ആദ്യം നോക്കുകയാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവരെ പോയിട്ട് നീ ആരടാ നോക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ മകളുടെ കാര്യം എനിക്കറിയാം, എൻ്റെ മകൾ അതൊന്നും ചെയ്യത്തില്ല, അല്ല എൻ്റെ മക്കൾ അതൊന്നും ചെയ്യത്തില്ല, എൻ്റെ മകൻ അതൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം. അതായത് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് അറിയാം ഇന്നയാൾ ഇന്ന സ്വഭാവമുള്ളതാണ്. അപ്പോൾ പറയും അവൻ്റെ കൂടെ നടക്കുന്നത് കാണുമ്പോൾ നിൻ്റെ മോൻ അവൻ്റെ കൂടെ നടക്കുന്നുണ്ട്, അപ്പോൾ പറയും നീ ആരാത് നോക്കാൻ, ഓൻ നടന്നോട്ടല്ലേ, ഓൻ നല്ലൊരു പയ്യനല്ലേ എന്ന് പറയും. പക്ഷേ അവൻ്റെ സ്വഭാവം കൃത്യമായിട്ട് ഇയാൾക്കറിയായിരിക്കും. പക്ഷേ ഇയാൾ പറയാൻ കഴിയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റക്കാരനാവില്ലേ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പലരും ഇന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുകയാണ്. തൻ്റെ മകളാണോ തൻ്റെ മകനാണോ എന്ന് മാത്രം നോക്കും. അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അതായത് എല്ലാവർക്കും ഭയമാണ്, ചോദിക്കാനും പറയാനും ഭയമാണ്. ഒരാൾക്ക് പോലും മിണ്ടാൻ കഴിയില്ല.
നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തന്മാർ കളിക്കുന്ന കളി കാണ്ടെങ്കിൽ അവിടെ നോക്കിയാൽ മതി. അതുപോലെ തന്നെ ബീച്ച് പാർക്ക് നടക്കാൻ കഴിയുന്നില്ല. എവിടെ നോക്കിക്കഴിഞ്ഞാൽ ലൈംഗിക ചൊയകൾ മാത്രമേ ഉള്ളൂ. അതായത് ഒരു ഫാമിലി ആയിട്ട് വരെ ഒരു ബീച്ചിൽ പോയിട്ട് ഒരു കാടിൻ്റെ ഉള്ളിലൊന്നും മൂത്രമൊഴിക്കാൻ വരെ പോകാൻ പറ്റൂല. അതിൻ്റെ ഉള്ളിലും ഉണ്ടാവും ചിലപ്പോൾ 2 എണ്ണം ഇരിക്കുന്നത്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവരൊന്നും പരസ്പരം അറിയുന്നവരൊന്നുമല്ല, എവിടെ നിന്നൊക്കെയോ ഉള്ള ആൾക്കാർ. അതുപോലെ തന്നെ ആർഭാടമായിട്ട് ഇവർക്ക് കാറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് അതിൻ്റെ അകത്തേക്ക് കയറി ചുറ്റാനൊക്കെ ഇവരിത് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, തമാശയായാലും ശരി കാര്യമായാലും ശരി ഇപ്പോഴും പറഞ്ഞിരിക്കുന്ന അതിനെ വളരെയധികം സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ പണി പാളും എന്നേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം.